ചെങ്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ബിജി എന്ന് പറയുന്ന ആ യുവതിയുടെ ഇൻ്റർവ്യൂ കണ്ടു. ഞാൻ അവരുടെ എനിക്ക് തോന്നുന്നത് അവരെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളാണെന്ന് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന പല കാര്യങ്ങളും നോക്കുമ്പോഴേ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ നല്ല മനുഷ്യ സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മക്കളെ വളർത്തിയെടുക്കുക, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. പിന്നെ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യൻ്റെ കൂടെയും കടന്നു കൊടുത്തിട്ടില്ല. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട്, എനിക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ പൈസക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടില്ല. ഞാനിവിടെ ചെയ്യുന്നത് വെറും ലൈവ് പരിപാടി മാത്രമാണെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇനി അവർ പറയുന്നത് നീ നുണയല്ലടി പറയുന്നത്, നീ അങ്ങനെ പോയിട്ടില്ലടി എന്നൊക്കെയുള്ള തെളിവ് ഉണ്ടെങ്കിൽ അത് ഇത് കാണുന്ന ആരെങ്കിലും കൊണ്ട് തരണം. അതായത് ഇതാ ഞാൻ പോയിട്ടുണ്ട് കേട്ടാ, ഇതാണ് ആ നമ്പർ, ഇതാന്ന് കേട്ടാ ഞാൻ പോയ സ്ഥലം, ഇല്ല ഇതാ എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ പറയുകയാണ് ഞാൻ അങ്ങനെ പോയിട്ടില്ല, ഞാൻ അങ്ങനെ പോകുന്നയാളുമല്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരൊന്നും പറയാൻ കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് എഴുതുന്നുണ്ട്, എന്തിനാണ് ഇവരെ നിങ്ങൾ ഇതുപോലെ ഇൻ്റർവ്യൂവിന് പിടിച്ചിരുത്തുന്നത്, ഇവരുടെ ഇൻ്റർവ്യൂ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ എന്താണ് ഇവർ കൊടുക്കുന്ന മെസ്സേജുകൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ മാന്യന്മാരോടൊക്കെ ചോദിക്കേണ്ട ഒരു വാക്കേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സണ്ണി ലിയോൺ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇൻ്റർവ്യൂ കാണുന്നില്ലേ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തുണി അഴിച്ചിട്ട് കാണിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അവരുടെയൊക്കെ തൊണ്ട് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈറ്റിലുണ്ട്, അത് കാണുന്നില്ലേ? അതുമാത്രവുമല്ല, നിങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ഈ സ്ത്രീയെ ട്രൈ ചെയ്ത ടീമായിരിക്കും. അതുകൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് വേണം. അല്ലാതെ നിങ്ങൾ വെറുതെ വന്ന് ഒരാൾ ലൈവിലിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ 2 അടിക്കാറുണ്ട്. അതുമാത്രവുമല്ല, എന്നോട് പലതും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലതും അപ്പോഴും പറയാറുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഹരമാണ് എന്ന് അവർ പറയുന്നുണ്ട്. അല്ലാതെ അവർ പറയുന്ന ഇതാണ് ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് പോകാറില്ല. എൻ്റെ മക്കൾക്ക് നാണക്കേടാകുന്ന വിധത്തിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ മക്കൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നാണ് അവർ പറയുന്നത്. അതുമാത്രവുമല്ല, മക്കളെയും അമ്മയെയും ഞാൻ ദുബായിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്കപ്പോഴും കോള് വരാറുണ്ട്, എൻ്റെ ഷോപ്പിൽ കൊണ്ടുപോകാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് എന്ത് ഷോപ്പാണ് എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഉള്ളറകളിൽ കയറിയിട്ട് അവരിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇത് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അവർ പറയുന്നത് അവർ ചെയ്തിട്ടില്ല, അത് തൽക്കാലം നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരെ. അത് 18+ കണ്ടന്റ് കാണിച്ചാൽ അപ്പൊ പിന്നെ എന്തിനാ അത് കാണിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു ആൾക്കാരെ ഹരം കൊള്ളിക്കണമല്ലോ. ഈ ആൾക്കാരെ ഹരം കൊള്ളിക്കലാണോ താങ്കളുടെ ഉദ്ദേശം? എനിക്ക് ഹരം കൊള്ളിക്കാൻ, എനിക്ക് 10 കസ്റ്റമർ ബിസിനസ് കയറ്റാന്നാണ് എന്റെ ലക്ഷ്യം. എങ്ങനെ ഈ ഹരം കൊള്ളിച്ചിട്ട് ബിസിനസ് കയറ്റാൻ പറ്റുന്നത്? അതൊന്നും പറഞ്ഞുതരും. അല്ല, ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലും വന്നിരിക്കും, എന്റെ ഫ്രണ്ട്സുകൾ താഴെ കാണും. എന്റെ ടിക്ടോക്കിൽ എനിക്ക് അറിയപ്പെടുന്ന കുറെ ഫ്രണ്ട്സുകളുണ്ട്, അവരിങ്ങനെ വന്നിരിക്കും. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നൊന്നും ചോദിക്കും, അതുണ്ടായി കളി ഉണ്ടായില്ലേ, ഇന്ന് ചേച്ചി എത്ര കസ്റ്റമർ എടുത്തപ്പം ഇങ്ങനെ ഇറങ്ങിപ്പോ എന്ന് പറയും. അപ്പൊ പിന്നെ ഈ ചേച്ചി അവിടെ എന്താ ചീർത്തിരിക്കുന്നത്, ഇവിടെ എന്താ ചീർത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ പോയി അതിലേക്ക് പോവാണ് ലാസ്റ്റ്. അത്രേ ഉള്ളൂ. അപ്പോഴേക്കും എന്തെങ്കിലും എടുത്ത് കാണിക്കുമ്പോഴേക്കും അപ്പ ബാനം. പക്ഷെ ആ ബാനായാലും വേറെ അക്കൂടി പിന്നിലേ വിടും. ഇപ്പൊ താങ്കളുടെ വീഡിയോസ് ഇപ്പൊ ഞാനിപ്പോ താങ്കൾ ഇന്റർവ്യൂ എടുക്കാൻ പോകണമെന്ന് നമ്മൾ പറഞ്ഞപ്പോ താങ്കൾ ഇൻസ്റ്റാഗ്രാം ആണല്ലോ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ടിക്ടോക്ക് എടുക്കാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോ മാറിടം കാണിക്കാത്ത, ഒരു ബ്രസ്റ്റ് കാണിക്കാത്ത ഒരു വീഡിയോ പോലും ഇല്ല. അത് ക്ലീവേജ് വളരെ വ്യക്തമായിട്ട് കാണിച്ച എക്സ്പോസ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതലും കാണിക്കുന്നത്. അതെന്തിനാണ്? റീച്ചിന് വേണ്ടിയിട്ടാണോ, എനിക്ക് ബിസിനസിന് വേണ്ടിയിട്ടാണോ? അല്ല, ഞാൻ റീച്ച് ആഗ്രഹിക്കാറില്ല. എനിക്ക് ബിസിനസ് പറഞ്ഞില്ല, എനിക്ക് ഒരു ലക്ഷ്യമുള്ളൂ, ബിസിനസ്, കസ്റ്റമർ കയറുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇറക്കമുള്ള നെയ്റ്റി അല്ലേ, എന്തായാലും കുറച്ച് ഇറക്കം എന്തായാലും തയ്ക്കുമ്പോ ഉണ്ടാവും. കാരണം ഞാൻ വണ്ണമുള്ള ആളാണ്, മാറിടം കുറച്ചുള്ള ആളാണ്. അപ്പൊ എന്തായാലും ഇറക്കി ഇടാറില്ല. ഇനിയിപ്പോ കേട്ടിട്ടിട്ടും കാര്യമൊന്നുമില്ല, കാര്യമില്ലാത്തതുകൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. അതാണ് എന്തായാലും കാണുന്നത് കണ്ടോട്ടെ. കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ശരിക്കും തുണി അയച്ചിട്ട് കാണിക്കുന്നില്ലല്ലോ, ഇവിടം വരെയല്ലേ കാണിക്കുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് കാണിക്കുന്നില്ലല്ലോ. പക്ഷേ ആ ന്യായീകരണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് ഞാൻ തുണി അങ്ങനെ തുണി ഇതായിട്ട് കാണിക്കുന്നില്ലല്ലോ, ഞാൻ ഇതുവരെയല്ലേ കാണിക്കുന്നുള്ളൂ. എൻ്റെ പൊന്നു സഹോദരി, നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് അത് മറക്കാൻ വേണ്ടിയിട്ട് തുണിയെ നമ്മൾ ഇടണം.
അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ ന്യായീകരണം, ഈ ഒരു ന്യായീകരണത്തോട് എനിക്ക് തീരെ യോജിപ്പില്ല. എൻ്റെ കസ്റ്റമർ കയറാൻ വേണ്ടിയിട്ട് ഞാൻ പലതും കാണിച്ചു കൊടുക്കും, ആ കണ്ടിട്ട് കസ്റ്റമർ വരട്ടെ. പല ഷോപ്പുകളിലും പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ ദുബായിൽ നിർത്താറുണ്ട്. കാരണം എന്താ വെച്ചാൽ കസ്റ്റമറെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇതൊക്കെ ബിസിനസ്സിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇവർ പറയുന്ന പോലെ ഞാൻ അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് ലോജിക്കാണുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും അവർ പറയുന്നേ ബാക്കി കാര്യം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പിന്നെ താങ്കൾ ലൈവില് മൊത്തം വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് വരുന്നത്. അതായത് നോർമലി നമ്മുടെ മലയാളം ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ കളി കിട്ടു, കളിക്കാൻ എത്രയാണ്, നീ ഒരു പരവടിയല്ലേ എന്നൊക്കെ പറയുന്ന ബാഡ് കമന്റ്സ് വരുന്നുണ്ട്. താങ്കൾ ശരിക്കും റിയൽ ലൈഫിൽ ഒരു സെക്സ് വർക്കർ ആണോ, പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞത് വല്ലതാണോ? ഞാൻ ഇതൊന്നുമല്ല. പിന്നെ എന്താണ്? ഞാൻ പറയട്ടെ, നമ്മൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം, നമ്മൾ വന്ന വഴി നമുക്കറിയാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരാളുടെ കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഇഷ്ടാ അല്ലേ? ഞാൻ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ അടർന്ന അടിച്ചു നിങ്ങൾ സമ്മതിക്കും. അപ്പൊ എന്നോട് ചോദിച്ചു, വിജി ഞാൻ നിന്റെ കൂടെ കിടന്നു. ഞാൻ കിടന്നോ, ആയിക്കോട്ടെ, ഞാൻ നിനക്ക് ചോണയാണ്, നീ ഗസ്റ്റിൽ വാ, നിന്റെ ഫേസ് കാണിക്കി, എന്നിട്ട് നീ പറയടാന്ന് പറയും. അപ്പം പറയും സോറി വിച്ചേച്ചി. അപ്പൊ പിന്നെ മിണ്ടാൻ പാടില്ല. അപ്പൊ പിന്നെയും ചോദിക്കും. അപ്പൊ ഞാൻ ആക്കെ ഞാൻ വെടി കഴിഞ്ഞാ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കേസ് കൊടുക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? 10 വട്ടം ഒരാൾ വെടി നമ്മൾ പിന്നെ അങ്ങനെ തന്നെ പറയൂ, ആണെന്ന് പറയും. അപ്പോൾ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പലപ്പോഴും ലൈവിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ലൈവിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കോള് വരുമ്പോൾ ഇവർ പറയുന്നത് കസ്റ്റമറുടെ കോളാണെന്ന് പറഞ്ഞിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്കൊരു സംശയം വരുന്നത്. അല്ല ഇനി ഇവരുടെ ഷോപ്പിലെ കസ്റ്റമറുടെ കോളാണോ, അല്ലെങ്കിൽ ഈ കസ്റ്റമറുടെ കോളാണോ? പിന്നെ അവർ സ്ഥലങ്ങളൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇവരുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമർ ആണ് എന്നുള്ള തരത്തിലാണ് ഞാനൊക്കെ ഇതുവരെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ സംശയമായി. ഇവരതിൻ്റെ അകത്ത് പറയുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഷോപ്പിലേക്കുള്ള കസ്റ്റമറാണ് എന്നുള്ള ഒരു സംശയമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവരാണ് ഇവരുടെ എന്താ പറയേണ്ടത്, ഇവ കാര്യങ്ങളൊക്കെ പറയേണ്ടത്, അല്ലാതെ നമ്മൾ ആരുമല്ല. ഇവർ പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാനും കഴിയുകയുള്ളൂ, ഇവർ പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാനും കഴിയുകയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്ത്രീ ഇവർ പറയുകയാണ്, ഞാൻ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല, ഞാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ അതെൻ്റെ ഇഷ്ടമാണെന്ന് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ഇതൊരു നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഇഷ്ടമാണ്, ഞാൻ പോകും എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമൊന്നുമല്ല, വളരെ മോശമായ കാര്യം തന്നെയാണ്. അതായത് ഒരു സ്ത്രീയാണ്, 3 മക്കളുണ്ട്, ആ 3 മക്കളെയും അമ്മയും നോക്കിയിട്ട് ജീവിക്കേണ്ടവർ ഇതുപോലെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും ഇവിടെ ലൈവൊക്കെ കേൾക്കുന്നത് കാണുമ്പോൾ അവൻ വന്നിരുന്നു, അവൻ്റെ ചെറുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഒരുപാട് ലൈവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴും ഇവർ വന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ഏതാണ് വിശ്വസിക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും തൽക്കാലം ഇവർ പറയുന്ന വിശ്വസിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ, വേറെ നിർവാഹവും ഇല്ലല്ലോ. ബാക്കിയും കൂടി കേട്ടിട്ട് വരാം. അല്ലാതെ വിശ്വസിക്കോ? റിയൽ ലൈഫിൽ അങ്ങനെയല്ല. അല്ല, ഇതുവരെ ഒരാളുടെ കൂടെ ഇല്ല. പറയേണ്ട ആവശ്യം പറഞ്ഞോട്ടെ. ഇനിയിപ്പോ എനിക്ക് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ. നമ്മളെ കുറെ പേർ തേപ്പും കിട്ടിയിട്ടുണ്ട്, അവരെ കൂടെ ഒന്നും അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ കല്യാണം കഴിഞ്ഞിപ്പോ 3 കുട്ടികളുണ്ടെന്ന് പറയുന്നു. ഈ കുട്ടികളുടെ കാര്യം വെച്ച് ആലോചിക്കുമ്പോൾ അമ്മ ഇങ്ങനെ വീഡിയോ കാണിക്കുന്നതിൽ അവർക്ക് എന്താണ് അഭിപ്രായം? അവർ കുട്ടികൾക്ക് അറിയോ അമ്മയ്ക്ക്? അല്ല, അവര് എന്റെ അമ്മച്ചി 3 മക്കൾ ദുബായിൽ വന്നിട്ടുണ്ട്, എന്റെ ഷോപ്പിലും വന്നിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ എപ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ റൂമിൽ തന്നെ ഉണ്ട്. എന്റെ അമ്മച്ചിക്കാണെങ്കിൽ മക്കൾക്കും അറിയാം. അവർ ദുബായിൽ വന്നപ്പോൾ കോൾ വരുമ്പോൾ ഞാൻ പോകുന്നു, അവരെന്റെ ഷോപ്പിലും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇപ്പൊ എല്ലാ കുട്ടികളും യൂസ് ചെയ്യുന്നത്. എന്റെ മക്കളുടെ ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല. മക്കളല്ല, മക്കളുടെ കൂട്ടുകാരോ ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറെ ആൾക്കാർ യൂട്യൂബില് റീൽസ് ഒക്കെ കാണുമ്പോൾ എന്റെ അമ്മയോട് ഒന്ന് പറയാറുണ്ട്, തൊഴിലുറപ്പിന് പോകുമ്പോൾ അമ്മച്ചോട് ഇങ്ങനെ പറയും. അപ്പൊ അമ്മച്ചോട് പറയും, ബിജി എന്താ അങ്ങനെ കാണിച്ചു കൂട്ടും. പക്ഷെ അവിടെ ഉള്ളവര് എന്നെ ഒന്നും പറയില്ല. കാരണത്തിൽ അവിടെ ഉള്ളവർക്ക് എന്നെ അറിയാം. കാരണം അവള് ജനിച്ചത് എങ്ങനെയാണെന്നും വളർന്നു എങ്ങനെയാണെന്നും ഈ സാഹചര്യത്തിൽ വളർന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എന്നെ ആരും തീരിട്ട് മോശമായിട്ട് പറയുകയോ മോശമായിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. വീടിന്റെ അടുത്തുള്ളവർക്ക് താങ്കൾ അറിയാന്ന് പറഞ്ഞു. പക്ഷെ അറിയാത്ത ഇപ്പൊ കുട്ടികൾ 3 കുട്ടികളെന്ന് പറഞ്ഞു. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8, 6, 5. മൂത്തത് 8. ആൺകുട്ടി പെൺകുട്ടിയോ? ആൺകുട്ടി, 2 ആണും 1 പെൺകുട്ടിയും. ഇവർക്ക് സഹപാഠികൾ ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. അവരോട് ചോദിക്കാറുണ്ട്, നിന്റെ മമ്മി ഇങ്ങനെ കുലുക്കി വീഡിയോ ചെയ്യുന്നില്ല, നിന്റെ മമ്മി അങ്ങനെ ചെയ്യും. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അവർ ചോദിക്കാറുണ്ട്, എന്റെ മമ്മി അവിടെ മമ്മിക്ക് കച്ചവടം ബിസിനസ് കയറാനാണ് എന്ന് പിള്ളേര് പറയും. അപ്പൊ അവർക്ക് ഒരു നാണക്കേട് അമ്മയായിട്ട് വരുത്തിക്കണോ?
അതിന് ഞാനൊന്നും വരുത്തി വെക്കുന്നില്ലല്ലോ, എനിക്ക് എല്ലാം അറിയാലോ. പിന്നെ ഞാൻ എന്റെ മക്കളോട് പറയൂലോ, പിന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വായും കൊണ്ടല്ലേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് ശരീരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ നമ്മളായിട്ട് അങ്ങോട്ട് പോകുന്നില്ല അല്ലേ, നമ്മളെ തേടി ഇങ്ങോട്ടല്ലേ വരുന്നത്. പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എന്നെ കുറിച്ച് അറിയാം. പിന്നെ അതായത് അവര് ശരിക്കും പറഞ്ഞ് എനിക്ക് തോന്നുന്നത് അവരെ സാഹചര്യമാണ് അവരിങ്ങനെ ആക്കിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 3 മക്കളുടെ ആ ഒരു ബാധ്യത കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ജോലി പിടിച്ചു നിൽക്കണം. കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ വായോണ്ട് പറഞ്ഞിട്ടല്ലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇവർ പറയുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇവരെ ആണയിട്ട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ട് മെഴുകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നളിനി ജമീല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ വന്നിട്ട് പച്ചക്ക് പറയാനുണ്ട് 3000 പേരെടുത്ത് ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നിള നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. ആ സ്ത്രീ പറയുന്ന എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും അറിയാം, ഞാൻ ആർക്കും അങ്ങനെ ഇത് കൊടുക്കുന്നില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അവർ പുതിയ സിനിമകളുമായിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ കൃത്യമായിട്ട് പറയുന്നു ഇതൊരു ബിസിനസ് മാത്രം. അതായത് ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന, യൂട്യൂബിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് നല്ല ഫാമിലിയിലുള്ളവർ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ തുറന്നു കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇവർ മാത്രമല്ല കുറ്റക്കാരൻ, ഇവരെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ പോയവരും കുറ്റക്കാരല്ലേ. അപ്പോൾ ഒരാളെ അറിയാതെ ഇങ്ങനെ വീടിൻ്റെ അകത്ത് വന്നിട്ട് ഇവരുടെ വർത്താനം കേട്ടിട്ട് പിന്നെ അതിലൊന്നും ഇവർക്ക് പരാതിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവർ അതിലും കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ പറയുന്ന ഒരാൾ ഈ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇവർ പറയുന്നത് പോലെ തന്നെ നമുക്ക് വിശ്വസിക്കാം. അല്ലാതെ നമുക്കൊന്നുമില്ല, നമ്മുടെ കയ്യിൽ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ പോയവരുടെ ഞാൻ പോയിട്ടുണ്ടോ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അപ്പോഴും ഇവർ അവരുടെ ന്യായീകരണമായിട്ട് വരും, അത് ഉറപ്പാണ് നടന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിജു പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് എൻ്റെ നാട്ടുകാർക്ക് എന്നെ അറിയാം എന്ന് പറയുമ്പോഴും തൊഴിലുറപ്പ് പോകുന്ന സ്ത്രീകളൊക്കെ അമ്മയോട് ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് നാണക്കേടില്ലാത്ത രീതിയിൽ നാളെ 4 പേരുടെ മുഖത്ത് നോക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരം തന്നെയാണ്. ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങളുടെ മക്കളെ മുന്നിൽ നിന്നുണ്ടാകും. മക്കൾ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ തന്നെയെന്ന് പറഞ്ഞാൽ ഇത് കേട്ട് വഴിതെറ്റി പോകാനും അവറ്റകൾ വേറെ ഏതെങ്കിലും തരത്തിലേക്ക് പോകാനുള്ള ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ച് നീങ്ങുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.